അപ്പം ഞായറാഴ്ചയായിട്ട് വേറെ പരിപാടിയൊന്നുമില്ല ഉണ്ടാക്കും വന്ന ഒരു പടത്തിന് പോകാൻ പ്ലാൻ ഇട്ടത്. പടത്തിന് ഏതാ പടം? ദേവര. പടത്തിന്റെ കാര്യം കേട്ടത് പിന്നെ നമ്മളെ ജിത്തു സോമനൊന്നും കണ്ണാടിന്റെ മുമ്പൊന്നും മാറിയിട്ടില്ല. അപ്പൊ നമ്മ റൂമിൽ നിന്ന് കിഞ്ഞ് പോകുമ്പോൾ സുബിയണ്ണൻ അടുത്ത വീഡിയോന്റെ പണിപ്പുരയിലാണ്. സുബിയണ്ണൻ നിങ്ങളോട് എല്ലാവരോടും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുബിയണ്ണനോട് ചാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ റൂമിൽ നിന്ന് കീയുമ്പോൾ തന്നെ നമ്മളെ ചെങ്ങായി ഫാസിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വൈകാണ്ട് തന്നെ നമ്മൾ അവൻ്റെ കാറിൽ കയറിയിട്ട് നേരെ എറണാകുളം പത്മ തിയേറ്ററിലേക്ക് വെച്ച് പിടിച്ചു. അവിടെയാണ് നമ്മളെ പടം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ മുമ്പ് പോയ പടത്തിന്റെ ഓരോ കാര്യം ആ സമയത്തുണ്ടായ ഓരോ ഇൻസിഡന്റ് എല്ലാം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ രജനീകാന്തിന്റെ ജയിലറാണ് നമ്മൾ എല്ലാവരും ഒപ്പരം കണ്ട പടം. അപ്പോൾ നമ്മൾ വൈകാണ്ട് തന്നെ പത്മ തിയേറ്ററിലേക്ക് എത്തി. പക്ഷെ നമ്മൾ എത്തുമ്പോൾ നമ്മൾ 10 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പടത്തിന് കയറാന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ളൊരു പെട്ടിപ്പീടിയിലേക്ക് പോയി. ഇപ്പോൾ ഈ ജിത്തു സോമന് എപ്പോൾ പെട്ടിപ്പീടിയെ പോയാലും എന്തെങ്കിലും മധുരം കഴിക്കണം. ഞാനും ഫാസിലും ഷുഗർ കട്ട് ആയതുകൊണ്ട് നമ്മൊന്നും തിന്നാണ്ട് മാറിയെന്നു. ഒരു രണ്ടാളും ആണെങ്കിലും അടിച്ച് തിന്നുന്നുണ്ട്. എന്നാലും നമ്മളെ ജിത്തു സോമൻ ഒരു തേൻമുട്ടായി എടുക്കാൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിന്നാണ്ടെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഞാനൊരു തേൻമുട്ടായി എടുത്തു. അവസാനം ഫാസിലും എടുത്തു ഒരു തേൻമുട്ടായി. എന്തായാലും തിന്നല്ലേ വെച്ചിട്ട് ഞാനൊരു നെയ്വട കൂടി തിന്നിട്ട് നേരെ തിയേറ്ററിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ ഈ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഈ മൂപ്പറെ ടിക്കറ്റ് കാണിച്ചു തരാമെന്ന് മനസ്സിലായി. നമുക്ക് പടം കാണേണ്ടത് ഈ സ്ക്രീനിലല്ല, താഴത്തെ സ്ക്രീനിലാണ്. അത് കേട്ടാടും എല്ലാവരും പാഞ്ഞു താഴേക്ക്. കാരണം എല്ലാവർക്കും പടം ശ്വാസകോശം തൊട്ട് കാണും വേണം. പക്ഷെ നമ്മളുള്ളിൽ കയറുമ്പോൾ പടം ഒന്നും തുടങ്ങിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ പടം തുടങ്ങി. ദേവരേൻ്റെ ടൈറ്റിൽ വന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാണെന്ന് നമ്മൾ നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. കാരണം എല്ലാവർക്കും തിങ്കളാഴ്ച ഡ്യൂട്ടി ഇല്ലോണ്ട് പോയി കിടന്നുറങ്ങാന്നുള്ളൊരു മൂഡായിരുന്നു. അപ്പോൾ എല്ലാവരോടും വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. പാക്കലാം.